വീട്ടിൽ പോയപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു ഇതേ കുറച്ച് പച്ച ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ വരുമ്പോഴത്തേക്കും പുഴുക്കുണ്ടാക്കാലോ എന്ന് വെച്ചിട്ടുണ്ട്. അപ്പം അമ്മ അതിനുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് വർത്താനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. 4 മണിക്കാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പം ചക്കപ്പുഴുക്കും ചായയും സെറ്റല്ലേ. അപ്പം അതേ പച്ചമുളക്, വെളുത്തുള്ളി, കുഞ്ഞുള്ളി, ജീരകം അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചക്കയിൽ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് അമ്മ ഒന്ന് ഇളക്കി അടുപ്പത്തേക്ക് വെച്ചു. തേങ്ങ, പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, കുരുമുളക്, ഉപ്പ് ഒക്കെ കൂടി ഇട്ട് കറിവേപ്പിലൊക്കെ കൂടി ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്കപ്പുഴുക്ക് കഴിക്കാനായിട്ട്. അപ്പം അമ്മ അതെല്ലാം ഒതുക്കിയെടുക്കുക. അതിൻ്റെ ഇടയിൽ നമ്മുടെ ചക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായി. പിന്നെ അമ്മ അത് ഉടച്ചൊടച്ചൊടിച്ച് നമ്മുടെ ഈ അരപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും അടിപൊളിയായിട്ടുണ്ടാവും. ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ കഴിക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡിയായി. അമ്മ തന്നെ പ്ലേറ്റിലേക്ക് ഇട്ട് തന്നുകൊണ്ടിരിക്കുക കേട്ടോ. എന്താ സുഖം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു പണിയും നമുക്ക് ചെയ്യേ വേണ്ട കേട്ടോ. അപ്പോൾ കപ്പിലേക്ക് അമ്മ ചായയും കൂടി ആക്കി തന്ന് വേഗം കഴിച്ചോ ചൂടോടുകൂടി എന്ന് പറയുകയാണ്. അപ്പോൾ ലച്ചുവിന് ചക്കപ്പുഴുക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ വേഗം ഇരുന്ന് ചൂടോടുകൂടി കഴിക്കുകയാണ്. നല്ല നല്ല കുറേ ഓർമ്മകളൊക്കെ വന്നു കേട്ടോ. പഴയ ഓർമ്മകൾ, അമ്മയുടെ നാട്ടിൽ പോണ കാര്യങ്ങളും അങ്ങനെ എൻ്റെ അമ്മയുടെ ചേച്ചി നന്നായിട്ട് ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഓർമ്മകളിലൂടെയൊക്കെ കുറച്ച് നേരം കടന്നുപോയി. അപ്പോൾ ലച്ചുവിന് അമ്മതേ കുറച്ച് സാലഡ് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. ക്യാരറ്റ്, കുക്കുംബറൊക്കെ ഇട്ടിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ വർത്താനം പറഞ്ഞ് ഓടി.